സിമ്പിൾ മെഷീൻസിലെ ലഘുയന്ത്രങ്ങളെ കുറിച്ചാണ് പഠിച്ചു വന്നത്. അതായത് എഫേർട്ട് കുറയ്ക്കുന്ന ഡിവൈസുകളെയാണ് നമ്മൾ സിമ്പിൾ മെഷീൻസ് അല്ലെങ്കിൽ ലഘുയന്ത്രങ്ങൾ എന്ന് പറഞ്ഞു ഇല്ലേ. അപ്പം അങ്ങനെ ലഘുയന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിടുന്ന് അഡ്വാൻറ്റേജസ് നമ്മൾ കണ്ടായിരുന്നു. എന്താണ്? ചേഞ്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി എഫക്റ്റ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് ചേഞ്ചസ് ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്. ബലം ഉളവാക്കുന്ന ഫലത്തിൻ്റെ അളവിൽ മാറ്റം വരുത്താൻ കഴിയുന്നുണ്ട്, ബലത്തിൻ്റെ ദിശയിലും മാറ്റം വരുത്താൻ കഴിയുന്നുണ്ട്. പ്രധാനമായിട്ടും 6 തരത്തിലുള്ള സിമ്പിൾ മെഷീൻസ് ആണുള്ളത്. വീൽ ആൻഡ് ആക്സിൽ, ലിവർ, ഇൻക്ലൈൻഡ് പ്ലെയിൻ, പുള്ളി, സ്ക്രൂ ആൻഡ് വെഡ്ജസ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടു, ലെമൺ സ്ക്യൂസറിൻ്റെ കേസിൽ കണ്ടു അല്ലേ. അപ്പം ഏതൊരു സിമ്പിൾ മെഷീൻസിലാണേലും നമ്മൾ എന്താണ്, ആ മെഷീൻസിലേക്ക് നമ്മൾ കൊടുക്കുന്ന ബലത്തിനെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഫോഴ്സിനെ നമ്മൾ എന്താണ് എഫേർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ലഘുയന്ത്രം അതിനെ ഓവർകം ചെയ്യുന്ന ആ ബലത്തിനെ എന്ത് പറയും? ലോഡ് എന്ന് പറയും, അതായത് രോധമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് കണ്ടത്. അതെന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ് കണ്ടു. അതായത് എന്താണ്? ലോഡ് ടു എഫേർട്ട്, ലോഡും എഫേർട്ടും തമ്മിലുള്ള, അതായത് രോധവും യജ്ഞവും തമ്മിലുള്ള ഒരു അനുപാത സംഖ്യയാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അതിന് യൂണിറ്റ് ഇല്ല, മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? യജ്ഞത്തിൻ്റെ എത്ര മടങ്ങാണെന്ന്, ഹൗ മെനി ടൈംസ് ഓഫ് ദ ലോഡ് ഈസ് എ എഫോർട്ട്, ദാറ്റ് ഈസ് എ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. എ ഫോഴ്സ് ഓഫ് 40 Newton വാസ് അപ്ലൈഡ് ഓൺ എ നെയിൽ പുള്ളർ ടു പുൾ എ നെയിൽ. ഇഫ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദ നെയിൽ പുള്ളർ വാസ് 3, വാട്ട് വുഡ് ബി ദ ലോഡ് അപ്ലൈഡ് ബൈ ദ നെയിൽ. ഒരു ആണി ഇളക്കാനായി നെയിൽ പുള്ളറിൽ 40 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു കേട്ടോ. ഒരു ആണി ഇളക്കാനായിട്ട് നെയിൽ പുള്ളറിൽ കൊടുത്ത ബലം എത്രയാണ്? 40 ന്യൂട്ടൺ. നെയിൽ പുള്ളറിൻ്റെ യാന്ത്രിക ലാഭം 3 ആയിരുന്നാൽ ആണി പ്രയോഗിച്ച രോധം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ലോഡാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇല്ല. അപ്പം എന്തൊക്കെ തന്നിട്ടുണ്ട്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് തന്നിട്ടുണ്ട്, എത്രയാണ്? 3 തന്നിട്ടുണ്ട് ഇല്ലേ. പിന്നെ എന്താണ് അവിടുത്തെ ബലം? ബലം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എഫേർട്ട് അവിടെ തന്നിട്ടുണ്ടല്ലേ. എഫേർട്ട് അല്ലെങ്കിൽ എന്താണ്? യജ്ഞം തന്നിട്ടുണ്ട്, എത്രയാണ്? 40 ന്യൂട്ടൺ തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? ലോഡാണ് കണ്ടുപിടിക്കണ്ടേ. ഇക്വേഷൻ എഴുതുക. MA മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? ലോഡ് ഡിവൈഡഡ് ബൈ എഫേർട്ട് അല്ലേ. ലോഡ് ഡിവൈഡഡ് ബൈ എഫേർട്ട് എന്ന് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ലോഡല്ലേ നമുക്ക് കണ്ടുപിടിക്കും. ഇപ്പം ലോഡ് ഈസ് ഈക്വൽ ടു MA മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻറ്റു എന്താണ്? എഫേർട്ട് അല്ലേ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയാണ്? 3 ആണ്. എഫേർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 40 വരും ഇല്ലേ. അപ്പോൾ എത്ര വരും ആൻസർ? 120 അല്ലേ. 120 ന്യൂട്ടൺ എന്ന് പറയും. ലോഡ് എത്രയാണ് ഇവിടെ വന്നത്? 120 ന്യൂട്ടൺ ആണ് വന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കുക. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് ഓർത്തിരിക്കുക കേട്ടോ.